മൂന്നാറിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത് നിർത്തിവെച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകും. ഇനി ആർക്കും കയ്യേറാൻ തോന്നാത്ത വിധമുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം എം മണിയുടെ രാജി ആവശ്യത്തിലൂടെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ സ്തംഭിച്ചു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ട്. മൂന്നാറിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത് നിർത്തിവെച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. ഇനി ആർക്കും കയ്യേറാൻ തോന്നാത്ത തരത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും അടിയന്തര പ്രമേയത്തിന് മറുപടിയായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആ വൻകിട കയ്യേറ്റക്കാർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയില്ല. അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് ഒരു തരത്തിലും തടയപ്പെട്ടിട്ടില്ല. ആ അനധികൃത കയ്യേറ്റം കൂടുതൽ ഫലപ്രദമായി ഇനി ആർക്കും അവിടെ കയ്യേറാൻ തോന്നാത്ത രീതിയിലുള്ള ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് ഈ സർക്കാർ നീങ്ങുക തന്നെ ചെയ്യും. 17/4 നടന്ന കയ്യേറ്റം ഒഴിപ്പിക്കൽ ശരിയായ നടപടിയാണ്. എന്നാൽ പോലീസിനെ അറിയിക്കാതെയാണ് ദേവികുളം സബ് കളക്ടറും ഭൂസംരക്ഷണ സേനയും പോയതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. സമവായത്തിലൂടെയും ജനങ്ങളുടെ പിന്തുണയോടെയും കയ്യേറ്റം ഒഴിപ്പിക്കാനാണ് സർക്കാർ ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി സ്പീക്കർ നിഷേധിച്ചു. അതേസമയം മന്ത്രി എം മണിയെ മുഖ്യമന്ത്രി പിന്തുണച്ചതിൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി. സ്ത്രീകളെ അധിക്ഷേപിച്ച മണി രാജിവെക്കുകയോ മുഖ്യമന്ത്രി പുറത്താക്കുകയോ ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സ്ത്രീകളെ അപമാനിച്ചിരിക്കുന്നു. ഈ കാര്യം മുഖ്യമന്ത്രിക്ക് ബോധ്യമായിട്ടില്ല. ഈ മന്ത്രിയെ പുറത്താക്കാൻ വേണ്ടിയുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് സാർ. സ്പീക്കറുടെ മുഖം മറച്ച് കറുത്ത ബാനർ കൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ സ്പീക്കർ വിമർശിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് 45 മിനിറ്റ് നിർത്തിവെച്ച സഭ പുനരാരംഭിച്ചപ്പോഴും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് അയവുണ്ടായില്ല. തുടർന്ന് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രനൊപ്പം എസ് ഷീജ. പൊമ്പിളെ ഒരുമയെ താൻ അധിക്ഷേപിച്ചിട്ടില്ലെന്ന് മന്ത്രി എം മണി. ചില മാധ്യമപ്രവർത്തകർക്ക് തന്നോട് വിരോധമുണ്ട്. തന്റേത് പണ്ഡിതോചിതമായ ഭാഷയല്ലെന്നും മനസ്സിന്റെ ഭാഷയിലാണ് സംസാരിക്കാറെന്നും മണി നിയമസഭയിൽ വിശദീകരിച്ചു. മണിയുടെ പ്രസംഗത്തെ ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചതായും പർവ്വതീകരിച്ചതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾക്കിടയിൽ ജനിച്ചു വളർന്ന സാധാരണക്കാരനാണ് ഞാൻ. ആ നാടിന്റെയും പാവപ്പെട്ട നാട്ടുകാരുടെയും ഭാഷയാണ് എന്റേതെന്നും മന്ത്രി എം മണി നിയമസഭയിൽ വിശദീകരിച്ചു. നാടിലെ പാവപ്പെട്ട നാട്ടുകാരുടെയും ഭാഷയാണ്, പണ്ഡിതോചിതമായ ഭാഷയൊന്നും അറിയില്ല. അത് ആ നാടിന്റെ ഭാഷയിൽ നന്മയുണ്ട്, ശുദ്ധിയുണ്ട്, മനുഷ്യസ്നേഹമുണ്ട്. അതിനെതിരായ ഒന്നും അതിലുണ്ടാവില്ല. അതിനെ തെറ്റിദ്ധരിക്കുവാൻ ശ്രമിക്കരുത്. തന്റെ പ്രസംഗത്തിൽ ഒരിടത്തും സ്ത്രീ എന്ന വാക്കോ ഏതെങ്കിലും സ്ത്രീയുടെ പേരോ പരാമർശിച്ചിട്ടില്ല. പെമ്പിളയൊരുമയെയും താൻ അധിക്ഷേപിച്ചിട്ടില്ലെന്ന് മണി വ്യക്തമാക്കി. വിവാദത്തിന് അടിസ്ഥാനമാക്കിയ പ്രസംഗത്തിലെ ഒരിടത്തും സ്ത്രീ എന്ന വാക്കോ ഏതെങ്കിലും സ്ത്രീയുടെ പേരോ പരാമർശിച്ചിട്ടില്ല. ആക്ഷേപിച്ചു എന്ന് പറയുന്നവരെ ആക്ഷേപിച്ചിട്ടില്ല. ചില മാധ്യമപ്രവർത്തകർക്ക് എന്നോട് വിരോധമുണ്ട്. ഉദ്യോഗസ്ഥരോടും കയ്യേറ്റക്കാരോടും ചില മാധ്യമപ്രവർത്തകർക്കുള്ള ബന്ധത്തെ താൻ വിമർശിച്ചതാണ് വിരോധത്തിന് കാരണം. പെമ്പിളയൊരുമയെ സമരത്തിലാണെന്ന് പറയുന്നത് ശരിയല്ല. ബിന്ദു കൃഷ്ണയും ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെ 6 പേരാണ് അവിടെയുള്ളതെന്നും മന്ത്രി എം മണി പറഞ്ഞു. എന്റെ നാട്ടിലും വീട്ടിലുമൊക്കെ സ്ത്രീകളുണ്ടെന്നും അതുകൊണ്ട് സ്ത്രീ സമൂഹത്തോടുള്ള ആദരവ് ആവർത്തിക്കുന്നതായും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. എം മണിയുടെ പ്രസംഗം ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചതായും സന്ദർഭത്തെ പർവ്വതീകരിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണിതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും കുറ്റപ്പെടുത്തി. ബഹുമാനായ എം മണി അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് നേരിട്ട് അറിവുള്ള വ്യക്തിയാണ്. ആ നാടിന്റെ ശൈലി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കടന്നു വരാറുണ്ട്. അത്തരം ചില സന്ദർഭങ്ങളെ പർവ്വതീകരിച്ച് അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മണിയാശാന മലയോരത്തിന്റെ പിന്തുണയുമായി മൂന്നാറിൽ ബഹുജന മാർച്ച് നടന്നു. ആയിരങ്ങൾ പങ്കെടുത്ത ബഹുജന മാർച്ച് തോട്ടം മേഖലയുടെ സംഘടിത ശക്തി വിളിച്ചറിയിച്ചു. CPIM നേതാവും ജില്ലയിൽ നിന്നുള്ള മന്ത്രിയുമായ എം മണിക്കെതിരെ നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്കെതിരെയുള്ള പ്രതിഷേധമായാണ് മൂന്നാറിൽ CPIMന്റെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയുള്ള സംഘടിത ആക്രമണമാണ് മാധ്യമങ്ങളുടെ സഹായത്തോടെ ചിലർ നടത്തുന്നതെന്ന് നയവിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PN വിജയൻ ആരോപിച്ചു. 65 വർഷക്കാലമായി മലനാടിനെ അറിയാവുന്ന മണിയാശാനെ ആർക്കും വെറുക്കാനാവില്ലെന്ന് തുടർന്ന് സംസാരിച്ച സെക്രട്ടേറിയറ്റ് അംഗം KV ശശി പറഞ്ഞു. മൂന്നാറിനെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും വിദേശ ശക്തികളിൽ നിന്നും പണം പറ്റി തോട്ടം തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട പട്ടയം തടയാനാണ് ശ്രമമെന്നും ദേവികുളം MLA കൂടിയായ S രാജേന്ദ്രൻ ആരോപിച്ചു.
இருந்து வருகின்ற இந்த பணத்தை கைப்பற்றிக் கொண்டு இந்திய மண்ணிலே இடுக்கி மண்ணிலே பகுதி மண்ணை தோட்டம் தொழிலாளிகளுக்கு கூட கொடுக்க சம்மதிக்க மாட்டோம் என்ற உள்ளில் சபதம் ஏற்றுக்கொண்டு நீலகண்டனை போன்றவர்கள் இங்கு நடத்துகின்ற நாடகமும் போராட்டமும் മൂന്നാറിൽ നടത്തുവதற்கு நாங்கள் സമ്മതിக்க മാட்டோം. നേരത്തെ CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ബഹുജന മാർച്ച് ടൗൺ ചുറ്റിയാണ് പൊതുയോഗ സ്ഥലത്ത് എത്തിച്ചേർന്നത്. നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപടിയുമായി ജില്ലാ ഭരണകൂടം. ടാങ്കർ ലോറികളിൽ എത്തിക്കുന്ന വെള്ളം സംഭരിക്കാൻ ടാങ്കുകൾ നൽകുന്ന നടപടികൾക്കാണ് തുടക്കമായത്. എറണാകുളം ജില്ലയിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ മേഖലകളിൽ അടിയന്തരമായി വെള്ളമെത്തിക്കാൻ 400 ടാങ്കുകളാണ് വിതരണം ചെയ്യുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായി 100 ടാങ്കുകളുടെ വിതരണം പൂർത്തിയാക്കി. സംഭരണികളിലേക്ക് ടാങ്കർ ലോറികളിൽ കൊണ്ടുവന്ന് നിറയ്ക്കുന്ന വെള്ളം പൊതുജനങ്ങൾക്ക് ആശ്വാസമേകും. ഞങ്ങൾക്ക് ഉപകാരത്തിൽപ്പെടുന്ന ഇതിലാണ് സർക്കാർ ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് വെള്ളം ശേഖരിച്ചു വെക്കാനായിട്ട് ഇത് വളരെയധികം ഉപകരിക്കുന്നുണ്ട്. ടാങ്ക് ഞങ്ങൾക്ക് വാട്ടർ ടാങ്ക് തന്നാരണം പഞ്ചായത്തിൻ്റെ വെള്ളം പിടിക്കാനും ഭയങ്കര നല്ലൊരു സഹായമായി. ജില്ലാ ഭരണകൂടത്തിനൊപ്പം വിവിധ ഗ്രാമപഞ്ചായത്തുകളും വരൾച്ചയെ നേരിടാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കൂട്ടുവള്ളി പഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ആദർശ്. കൂട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിനകത്ത് 150-ലേറെ വീടുകൾക്കകത്തേക്ക് ഇപ്പോൾ വാട്ടർ ടാങ്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ജനങ്ങൾ വിലയിരുത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. വിതരണം ചെയ്യുന്ന വെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്താൻ വെള്ളം ശേഖരിക്കുന്ന ടാങ്കറുകളെ GPS ട്രാക്കിംഗ് സംവിധാനം വഴി ജില്ലാ ഭരണകൂടം നിരീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേന്ദ്ര സർക്കാർ ഫണ്ട് വെട്ടിക്കുറച്ചതോടെ വയനാട്ടിലെ വനാന്തര ഗ്രാമങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രതിസന്ധിയിൽ. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനപ്രകാരം 60% തുക മാത്രമാണ് കേന്ദ്രം അനുവദിക്കുക. ഫാത്തിമ ഗോൾഡ് മെഗാ ഫിയസ്റ്റയുടെ ഭാഗമായി മട്ടന്നൂർ ഫാത്തിമ ഗോൾഡിലെ നറുക്കെടുപ്പിൽ സമ്മാനാർഹരായവർക്കുള്ള റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ എന്നിവ വിതരണം ചെയ്തു. ഫാത്തിമ ഗ്രൂപ്പ് MD റാഫി എളമ്പാറ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. KP സുബീറ, PP വിജയൻ എന്നിവർ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. ഫാത്തിമ ഗോൾഡ് ഡയറക്ടർമാരായ മൻസീർ, അബ്ദുള്ള ബാജി ബ്ലാത്തൂർ, നബീൽ, മുനിസിപ്പൽ കൗൺസിലർ PP ജലീൽ, AV മുസ്തഫ ഹാജി, PP മൊയ്തീൻ എന്നിവർ സംസാരിച്ചു. പ്രാദേശിക ചാനൽ രംഗത്ത് 1.5 പതിറ്റാണ്ടിന്റെ പ്രവർത്തന പരിചയമുള്ള കേരള വിഷൻ നേതൃത്വം നൽകുന്ന കേരള വിഷൻ ചാനൽ ഉപഗ്രഹ ചാനൽ സംപ്രേഷണ രംഗത്തേക്ക് പ്രവേശിക്കുന്നു. ഈ വർഷം അവസാനത്തോടെ ഉപഗ്രഹ ചാനൽ സംപ്രേഷണം നടത്താനാവും. കേരള വിഷൻ ചാനൽ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് KCBLന്റെ പ്രഥമ സംരംഭക കൺവെൻഷൻ ഈ മാസം 26-ന് തൃശൂരിൽ നടക്കുമെന്നും KCBL മാനേജിംഗ് ഡയറക്ടർ രാജ്മോഹൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 26-ന് രാവിലെ 10-ന് തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് ഹാളിൽ നടക്കുന്ന ചടങ്ങ് സംവിധായകൻ ഷാജി N. കരുൺ ഉദ്ഘാടനം ചെയ്യും.